ചന്ദനവും തുളസിയും കുങ്കുമവും ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഓണക്കോടി ഷോപ്പിങ്ങിൻ്റെ വ്ളോഗാണ്. എല്ലാവർക്കും ഉള്ളത് ഓൾറെഡി എടുത്തു കഴിഞ്ഞിരുന്നു. എനിക്ക് മാത്രമാണ് ലാസ്റ്റ് പെൻഡിങ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് എടുത്താൽ മതി എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. കാരണം എല്ലാവർക്കും കൂടി എടുക്കാൻ നിൽക്കുമ്പോൾ ടൈം ഒരുപാടാവില്ലേ. ഇതാവുമ്പോൾ എനിക്ക് മാത്രം എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം. കാരണം പോകുമ്പോൾ നമുക്ക് ആമിനെയും കൊച്ചിനെയും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവരിവിടെ കുറേ നേരം ഒറ്റയ്ക്കാക്കി പോകാനും പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് മാത്രമുള്ളത് വേറൊരു ദിവസത്തേക്ക് വെച്ചത്. അപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എണീറ്റിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി നന്നായി ഉറങ്ങാൻ പറ്റുന്നതുകൊണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒരു ബോധക്ഷയം പോലെയാണ്. അപ്പോൾ ഉണ്ണിതേ അപ്പുറത്ത് കിടന്ന് എന്തിനോ കിടന്ന് നല്ല വാശി പിടിക്കുന്നുണ്ട്. രാത്രി ഒട്ടും ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് രാവിലെ നേരത്തെ എണീക്കേണ്ടി വന്നു. കാരണം ഉണ്ണി ഒരു 6 മണി ആയപ്പോഴേക്ക് ഉണ്ണി എണീറ്റിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒപ്പം താഴെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും എനിക്ക് ഒന്നിനും പറ്റിയിരുന്നില്ല. കുറേ നേരം ഇങ്ങനെ സോഫയിൽ ഇരുന്ന് ഞാനൊന്ന് റെഡി ആയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലൊക്കെ കയറിയത്. എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ നോർമലായിട്ട് ഉറക്കം ശരിയായാൽ തന്നെ എനിക്ക് ഒരു 10 മിനിറ്റ് വേണം ഇരുന്ന് ഒന്ന് റെഡി ആയി വരാൻ. അപ്പോൾ പിന്നെ ഉറക്കമില്ല ശരിയാവാത്ത ഡേയ്സിനെ പറ്റി പ്രത്യേകിച്ചും പറയണ്ടല്ലോ. അങ്ങനെ പിന്നെ കിച്ചണിൽ കയറി. കിച്ചണിൽ മോർണിംഗ് ഡ്യൂട്ടി ഞാൻ ഏറ്റെടുക്കും. കാരണം ആമിയും കൊച്ചും ഉറങ്ങായിരിക്കും. പിന്നെ ഉണ്ണി മാത്രമേ ഉണ്ടാവുള്ളൂ. ആമിയും കൊച്ചു റൂമിൽ നല്ല ഉറക്കമായിരിക്കും. അതുകൊണ്ട് മോർണിംഗ് ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ടിഫിനുള്ളതൊക്കെ പൊതുവെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ടിഫിൻ ഉണ്ടാക്കുന്നത് ദോശയും മസാലക്കറിയാണ്. മസാലക്കറി എന്ന് പറയുമ്പോൾ മസാല ദോശയെ പോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. പക്ഷെ ഉള്ളൊന്നും ഫില്ല് ചെയ്ത് വെക്കില്ല. ജസ്റ്റ് ഇങ്ങനെ പുറമേ കൂട്ടി കഴിക്കാനുള്ളൊരു കറി അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉണ്ണികൾക്ക് സോളിഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യമായിട്ടില്ല രണ്ടാമതായിട്ട് ഞാൻ കൊടുക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ കുറുക്കാണ്. അപ്പോൾ അതിനായിട്ട് രാവിലെ ഇട്ടിട്ട് അത് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ രാവിലെ സോക്ക് ചെയ്യുന്നത് നൈറ്റിനും കൂടി എടുക്കും. ഒരുമിച്ച് അരച്ചിട്ട് എടുത്ത് വെക്കും 2 വട്ടമായിട്ട് ഇടാണ്ട്. അപ്പോൾ അതിന് കൂടി ഞാൻ 8 സ്പൂണാണ് എടുക്കാറ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അളന്ന് നോക്കി എടുക്കുകയാണ്. പക്ഷേ ഈ പാക്കറ്റിലൊക്കെ ഉറുമ്പ് മറ്റേ ചെറിയ കുഞ്ഞുറുമ്പ് കയറിയിരിക്കണം. പക്ഷെ നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഗോതമ്പ് ഉണ്ണികൾക്ക് കൊടുക്കുന്നത് തടി വെക്കാനാണ്. അപ്പോൾ അതിനാണ് ഗോതമ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡായിട്ടാണ് ഞാൻ ഗോതമ്പ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ കായ കൊടുത്തിരുന്നു, വാഴക്കായ കൊടുത്തിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഗോതമ്പ് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കുറച്ച് പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പല്ല് വയ്ക്കാൻ നിൽക്കുകയാണ്. സാധാരണ ഞാൻ എൻ്റെ ശേഷം പല്ല് വെച്ചിട്ടാണ് കിച്ചണിൽ കയറാറ്. പക്ഷെ ഇന്നെന്തോ തിരിഞ്ഞു പോയി. അതൊക്കെ ഇട്ട് കുക്കറിലൊക്കെ ആക്കി വെച്ച് ഇതും സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പല്ലേക്കാൻ നിൽക്കുന്നത്. കാരണം രാത്രി ശരിക്കും ഉറങ്ങാത്തതുകൊണ്ട് മൊത്തത്തിലൊന്ന് ട്വിസ്റ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു എൻ്റെ. ഇപ്പോൾ ഞാൻ ടിഫിൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ കുക്കറിൽ ജസ്റ്റ് അത് വേവിക്കാൻ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ ഇട്ടു. മറ്റേത് കുതിരാൻ വെച്ചു. ടിഫിൻ ഉണ്ടാക്കിയിട്ടില്ല. പല്ല് വെച്ചിട്ട് പിന്നെ ഞാൻ കളമൊക്കെ ഇട്ടിട്ട് അതിന് ശേഷമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത്. പല്ല് വെച്ച് കഴിഞ്ഞത് നേരെ പോയിട്ട് കള ഇടാതിരിക്കുകയാണ്. ഇന്ന് ചേട്ടൻ പൂവ് കൊണ്ടുവന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പൂവുകളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു കള ഇടാണ്. അപ്പോഴും അതിനും സമാധാനമില്ല. ഉണ്ണി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എപ്പോഴും ഇപ്പം എൻ്റെ അടുത്തിരിക്കണം അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ അവൻ കള ഇടില്ല. കളം നശിപ്പിച്ച് തരും. അതുകൊണ്ട് അവനെ ബാക്കിൽ അമ്മ പിടിച്ചു നിർത്തി കൊടുക്കുകയാണ്. അമ്മ വിളിച്ചോളൂ അവിടെ നിന്നിട്ട്. കൊച്ചുകുട്ടി വലുതായ മോനുണ്ടല്ലേ പൂവ്? മോൻ പൂവിടില്ലേ? പൂവിടില്ലേ? ഒളിച്ചു ഒളിച്ചു അല്ലേ? ഒളിച്ചു. നീ കണ്ടു അമ്മമ്മ കണ്ടു. കാക്ക എവിടേക്കില്ല നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോയിട്ട് വാ. കയറി അമ്മ വിളിക്കാട്ടോ. അടച്ചോട്ടാ.
ഒരു മന്നമ്മയ്ക്ക് ഒരു അമ്മയ്ക്ക് ഒരു മന്നേ. ആ അങ്ങനെ അത് കഴിഞ്ഞ് ടിഫിനൊക്കെ ഉണ്ടാക്കി ടിഫിനൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ആമീനെയും കൊച്ചിനും എടുക്കാൻ പോവാണ്. അപ്പോൾ കൊച്ചിനും ഓൾറെഡി താഴത്തേക്ക് വന്നു. പിന്നെ ആമി എപ്പോഴും രാവിലെ നല്ല ഉറക്കമായിരിക്കും, കൊച്ചു പെട്ടെന്ന് എനിക്കും. അപ്പോൾ ആമീനെ ഇത്തിരി ലേറ്റായിട്ട് എടുക്കുള്ളൂ, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതും. അങ്ങനെ പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിംഗ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് പോകണം, അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ട് വേണം എനിക്ക് അതിട്ടിട്ട് പോകാനായിട്ട്. അപ്പോൾ അതൊരു ചേച്ചിക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി തോരയിടാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി തലേന്നത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റൂമിൽ അങ്ങനെ മടക്കിയൊക്കെ വെച്ചു. റൂം ഭയങ്കര മെസ്സിയായിട്ട് എടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു, ഞാൻ പ്രഗ്നൻ്റ് ആവണേക്കാട്ട് മുൻപുള്ള സമയത്തൊക്കെ ഞാൻ ഫുള്ള് നീറ്റാക്കി വെച്ചിരുന്നു. അതുപോലെ എനിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ കരുതി. പക്ഷേ എനിക്കിപ്പോൾ ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ റൂമിലേക്ക് വരണത്, അല്ലാണ്ട് ഞാൻ റൂമിലേക്ക് കയറണേ ഇല്ല. അതുകൊണ്ട് തന്നെ ആകെ ഒരു അലങ്കോലമാണ്. ഒരു ഡേ എടുത്തിട്ട് വേണം ഇത് ഫുൾ ക്ലീൻ ചെയ്ത് വെക്കാൻ. പക്ഷെ എന്നാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കൊക്കെ ഒരുവിധം അലമ്പാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തോരിടാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, ഞങ്ങളുടെ വീടിൻ്റെ 2-3 വീടപ്പുറമാണ് പാടം. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്, വേറെ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് തുണി ഇങ്ങനെ തോരിടുക, അതല്ലെങ്കിൽ അഴയമ വിരിച്ചിടുക എന്ന് പറയുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പ്രത്യേകിച്ച് ഈ ഉണ്ണികളുടെ ഈ തുണികളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു 100 എണ്ണം 200 എണ്ണം ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ ഓരോന്നെടുത്ത് ഇങ്ങനെ വിരിച്ചിടുക എന്ന് പറയണത് എനിക്ക് അത്രയും അടുപ്പുള്ള വേറൊരു പണി ഇവിടെ ഇല്ല. പക്ഷെ നമുക്കെല്ലാം ചെയ്തിരിക്കണം. അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ 1 മണിക്കൂറെങ്കിലും നമുക്ക് ഈ തുണിയൊക്കെ വിരിച്ചിട്ടെടുക്കും. കാരണം ഓരോന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഭയങ്കര കുറേ ടൈം എടുക്കുന്ന പരിപാടിയാണ്. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. കണ്ടില്ലേ, ഒരു ബക്കറ്റ് ഇപ്പോഴും റിമൈനിങ് ഉണ്ട് നമുക്ക് തിരുമ്പാനായിട്ട്. അങ്ങനെ പിന്നെ ഡ്രസ്സ് മുഴുവൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ അടുത്ത ട്രിപ്പിന് അലക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ വേഗം ആ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി കൊടുത്തു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, കുറച്ച് നേരം ഉണ്ണിനോട് നിർത്തിക്കോ, കൊച്ചുവിനും ആമീനൊക്കെ കുളിപ്പിക്കാനുള്ളതല്ലേ, അപ്പോൾ ആ ഒരു ടൈം അവനോട്ട് നോക്കണ്ടോ, ഞങ്ങൾ നോക്കിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ നല്ല വാശിയായിരുന്നു. ഞാൻ കുറച്ച് നേരം മാറി ഇരുന്നപ്പോഴേക്കും അവൻ കരഞ്ഞലമ്പാക്കി. അവിടെ നിന്ന് നേരെ പോയത് കിച്ചണിലേക്കാണ്. അപ്പോൾ ഇതേ ഉണ്ണികൾക്ക് കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. 2 പേർക്കും കൂടി ഇതേപോലെ തിളപ്പിച്ചിടും. പിന്നെ ഒരാൾ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും മറ്റേ കുളിപ്പിക്കുക, അങ്ങനെയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് അടുത്ത ട്രിപ്പ് തുണി തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം പോയിട്ട് അത് തിരുമ്പാനുള്ള പരിപാടി നോക്കുകയാണ്. വേഗം തന്നെ പോവും വേണം, നമുക്ക് ടൈമും ഇല്ല, കുറേ പണിയുണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ളൊരു ടെൻഷനായിരുന്നു. ഇതൊക്കെ തീരുമോ, ടൈമിന് പോകാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ തിരുമ്പാൻ നിൽക്കുകയാണ്. തിരുമ്പലും ഭയങ്കര ഒരു ചടപ്പ് പിടിച്ച പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, ചേട്ടനും അമ്മയൊക്കെ പുറത്ത് കൊടുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ എല്ലാ തുണിയും കൂടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം നമ്മൾ കല്ലും മലക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി തീരില്ല. കാരണം എന്താ പറയുക ഒരു മല പോലെയാണ് ഇവിടെ തുണികളൊക്കെ എടുക്കുക. അത്രയധികം തുണികളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീനിലൊക്കെ കഴുകിയെടുക്കും. പക്ഷേ മോശം മാസം ചെയ്ത തുണികളൊക്കെ കല്ലുമ്മ തന്നെ അരച്ച് ക്ലീൻ ആക്കി എടുക്കും. ഇതേപോലെ
അതേപോലെ യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം കൂടിയിട്ട് ഉണ്ണികളുടെ മാത്രം എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കും. ഞാൻ സെപ്പറേറ്റ്, എൻ്റെയും ചേട്ടനൊക്കെ സെപ്പറേറ്റ് വേറൊരു ട്രിപ്പാക്കി എടുക്കും. ആക്ച്വലി എൻ്റെ ഈ വീട്ടിലെ പണി എന്ന് പറയുന്നത് തിരുമ്പൽ മാത്രമാണ്. ഒരു ദിവസം 4-5 വട്ടം എനിക്ക് അലക്കിക്കൊണ്ടേ ഇരിക്കും. അലക്കുക, തോരയിടുക, എടുക്കുക, ഉണക്കി മടക്കി എടുത്ത് വെക്കുക. അതാണ് എൻ്റെ മെയിൻ പണി ഇവിടുത്തെ. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ ഫുള്ള് മൈൻഡ് ഔട്ടായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ബോധമില്ലാണ്ട് എല്ലാ തുണികളും ഒരുമിച്ചിട്ടിട്ട് ഞാൻ അലക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേറെ ആരും ഇല്ലല്ലോ കണ്ടിട്ട് നമ്മളോട് അങ്ങനെയും പറയാനായിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും പണി വേഗം തീർന്നോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം എനിക്ക് വയ്യ. കാരണം ഒരു ദിവസം അത്രയും നേരം നമ്മൾ തിരുമ്പാനായിട്ട് നിൽക്കണം, ഇത് തിരുമ്പാൻ നിൽക്കണം, സെപ്പറേറ്റ് ആയിട്ട് തുണികളെ മോഷൻ പാസ് ചെയ്ത തുണികളും ഉണ്ണീൻ്റെ ആയാലും ട്രൗസറും കാര്യങ്ങളൊക്കെ വേറെ തിരുമ്പാൻ നിൽക്കണം. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പാമ്പേഴ്സ് ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൃത്തികെട്ടൊരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഡെയിലി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര മടുപ്പ് വരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇത്. പക്ഷേ ഇതൊന്നും ഒരിക്കലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് എങ്ങനെയൊക്കെയോ എല്ലാതും അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഒരു ദിവസമെങ്കിലും മടി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ അങ്ങനെ കെടുക്കും. ഒരു ദിവസം തിരുമ്മിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മല പോലെയാണ് തുണികളൊക്കെ കെടുക്കുക. പിന്നെ പാമ്പേഴ്സൊക്കെ ഞാൻ അന്ന് തന്നെ ഇങ്ങനെ പിച്ചി ചീന്തി എടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് ഒഴിച്ച് കളഞ്ഞ് ബാക്കി ഉണക്കാനിടും. പിന്നെ ബാക്കി ഡീസലോ പെട്രോളോ ഒഴിച്ച് കത്തിച്ച് കളയും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ പണി ചെയ്ത് കുറച്ചാകുമ്പോഴേക്കും ഉണ്ണികളെ ഇൻറ്റു നല്ല കരച്ചിലായിരുന്നു. പ്ലാനൊക്കെ പോയി, എല്ലാതും കൊളായി. കറണ്ട് പോയി, വാഷിംഗ് മെഷീൻ ഓണായില്ല, ഉണ്ണികളെ എനിറ്റു. ആമി എനിക്ക് പിന്നെയും കുഴപ്പമില്ല, കൊച്ചു എനിക്ക് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കാര്യം നടക്കില്ല. നല്ല വാശി അവന്. 2 പേര് എനിറ്റിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ വരെ കുളിപ്പിക്കാൻ നോക്കട്ടെ. കുളിപ്പിക്കാനായിട്ട് കുറുക്കുണ്ടാക്കണം. അതിന് മുൻപ് പാലൽക്കട്ടെ, നല്ല അരച്ചില്ല, പാലൽക്കട്ടെ. ഞാൻ ചെയ്തു. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 12:45 കുളിച്ചിട്ടില്ല. 1 മണിക്ക് പോകാൻ പറഞ്ഞിരുന്നത്. എന്തായാലും അത് നടക്കില്ല. കാരണം ഇത്ര അധികം പണിയുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ കൃത്യം ടൈമിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് 1 മണിയാകുമ്പോൾ പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും അത് നടക്കില്ല. കാരണം അത്രയധികം പണിയുള്ള അപ്പോൾ നമുക്ക് തിക്കും പിടിച്ച് ഓടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം 12:45 ഞാൻ കുളിക്കാൻ വന്നവർക്കാണ്. പക്ഷെ ഞാൻ കുളിക്കണില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് കുളിച്ചത്. ഒരു 6 മണിക്കാണ് കുളിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ തല കുളിക്കണില്ല. പിന്നെ പുറത്തേക്ക് പോകേണ്ടതാണല്ലോ. അതുകൊണ്ട് പിന്നെ തല കുളിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു സെറം തലയിൽ മുടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതി. പിന്നെ മുടി നല്ല വൃത്തിക്ക് ഏരി വെക്കാം. ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഉണങ്ങുക ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആ ഡ്രസ്സ് ഞാൻ നേരത്തെ പോയിട്ട് കൊടുത്തിരുന്നല്ലോ. അത് ആ ചേച്ചി കൊണ്ടുവന്ന് തന്നു. ഞാൻ ആമീനെ കുളിപ്പിക്കുകയായിരുന്നു. ഒരു 12:30 സമയത്താണ് ആമീനെ കുളിപ്പിക്കേണ്ടായിരുന്നത്. അപ്പോൾ ആമീനെ കുളിപ്പിക്കുന്ന സമയത്താണ് ചേച്ചി അത് കൊണ്ടുവന്ന് തന്നത്. അല്ലെങ്കിൽ ഞാൻ കുളി കഴിഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി ഓടേണ്ടി വന്നേനെ. നമ്മൾ 2 പേരും അപ്പുറമാണ്. എന്നാലും വേഗം പോകേണ്ടി വന്നത്. നല്ല വെയില പുറത്ത്. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കണം. എന്തായാലും ഞാൻ മേലെഴുകാൻ പോവാണ്. മേലെഴുകി വന്നിട്ട് അതിട്ട് നോക്കണം. എന്നിട്ട് വേഗം റെഡി ആവണം. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ്റെ അമ്മായി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആളങ്ങനെ തീരെ ഇങ്ങോട്ട്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി, ഇതുവരെ വന്നിട്ടില്ല. ഗുരുവായൂർ തന്നെയാണ് അവരുടെ വീടും. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവർ വരുന്ന സമയത്ത് മുഷിനെ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വേഗം കുളിക്കാൻ വന്നിട്ടാണ്. ഉണ്ണികളെ കുറുക്കൊന്നും ഞാൻ ആക്കിയിട്ടില്ല. കുറുക്കിനുള്ള അരച്ച് വെച്ച്, പക്ഷേ വേഗം ഓടി വരാണ് ചെയ്തത്. അപ്പോൾ ഇനി മേലെഴുകിയിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് താഴെ പോവാം. പിന്നെ കുറുക്കുണ്ടാക്കണം, അവർക്ക് കുറുക്ക് കൊടുക്കണം, ഉണ്ണിക്ക് ഭക്ഷണം കൊടുക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. എങ്ങനെ പോയാലും ഒരു 2:30 ആവും തോന്നുന്നുണ്ട് പോകാൻ. പ്രത്യേകിച്ച് അങ്ങനെ ഹറിബറി ആയിട്ടൊന്നുമില്ല. എനിക്ക് ഡ്രസ്സ് എടുക്കണം, അമ്മയ്ക്ക് എൻ്റെ അനിയനെ ഡ്രസ്സ് എടുക്കണം, അത്രേ ഉള്ളൂ. ഉണ്ണിക്കും ചേട്ടനോ ഡ്രസ്സ് ഇപ്പോൾ ലാസ്റ്റ് 2 വട്ടം പോയിട്ട് എടുത്ത് കഴിഞ്ഞു. എനിക്ക് അപ്പോഴും ഒരെണ്ണം നല്ലത് പാകത്തിനുള്ള കിട്ടിയിരുന്നില്ല. എനിക്ക് എടുക്കണത് തന്നെ നല്ലത് ഒരെണ്ണം ഇഷ്ടമായി വന്നാൽ തന്നെ എനിക്കത് പാകമാവാത്തൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ മെൻ്റലി ഞാൻ അങ്ങനെ ഡ്രസ്സിൻ്റെ അങ്ങനെ
ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. തിയേറ്റർ കടയിൽ പോവുക, ഏത് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, വരാം, അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് നോക്കിയിട്ടാണ് എനിക്ക് ഒരെണ്ണം കിട്ടേണ്ടത് തന്നെ ഇടണം. അത് ഇടുന്നതും എനിക്ക് ഈ വയറിൻ്റെ അവിടെയൊക്കെ ഭയങ്കര ഒരു പിടുത്തം വരാം. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ പിന്നെ നേരത്തെ ഞാൻ അത്രയും ഒരു മെൻ്റലി ആകെ ഒരു സ്റ്റേജിൽ കൂടെ ആയിരുന്നു പോയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടൊരു വീഡിയോ എടുത്തത്. ഞാനത് പോസ്റ്റ് ചെയ്യുമെന്ന് പോലും പിന്നെ എനിക്ക് കാണുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ച് അടിച്ചിട്ട് ഞാൻ കളയും. ഞാൻ ഇമോഷണലി ആകെ ഡൗൺ ആയിരുന്നു. കാരണം ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ നമ്മൾ അത്രയധികം കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ നിസ്സാര ശ്രദ്ധ കുറവുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് വിട്ട് കളഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അതിന് തന്നെ ചീത്ത പറയുമ്പോൾ നമുക്ക് എല്ലാം കൂടി തലയിൽ ഇനി ഇത്ര അധികം പണി പെൻഡിങ് ഉണ്ടല്ലോ, പുറത്തേക്ക് പോകണല്ലോ എന്ന കാലത്ത് തല ഇങ്ങനെ പെരുത്തിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചീത്തയും കൂടി ആകുമ്പോൾ ഭയങ്കര വിഷമം തോന്നി എനിക്ക്. അങ്ങനെ ഇങ്ങനത്തെ ഒരു ഓണം ഷോപ്പിംഗ് വേറെ ഒരു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അല്ല, വേറെ ആരുടെയും വ്ളോഗിൽ കാണാൻ പറ്റില്ല. കാരണം അത്ര അധികം പണിയായിട്ടാണ് ഞാൻ പോണത്. എനിക്ക് അങ്ങനെ ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എടുക്കാൻ പോകുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല എന്ന്. പോകാൻ പറ്റണമെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ യാതൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. കാരണം എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ള എല്ലാതും ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. അതിലും ഭേദത്തേക്കും പോകാത്താന്ന് തോന്നും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഡ്രസ്സ് ഇത് വേണമെന്ന് ഓണക്കോട്ട് എടുക്കണമെന്നോ അങ്ങനെ ഒരിതൊന്നുമില്ല. കാരണം ഇന്നത്തെ ഒരു ദിവസം ആക്ച്വലി 2 വട്ടം മുൻപ് പോയി കഴിഞ്ഞു, അതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്നായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഭയങ്കര ഞാൻ ഇമോഷണലി ഭയങ്കര ഞാൻ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ, ഇമോഷണലി ഞാൻ ഡൗൺ ആണെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം പണികളൊക്കെ പെൻഡിങ് ആയപ്പോൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇമോഷണലി വീക്കായി ഞാൻ ഫിസിക്കലി വീക്കാവും. അല്ലെങ്കിൽ ഫിസിക്കലി എത്ര പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇമോഷണലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. പക്ഷെ ഇന്ന് എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്ന് ഞാൻ സംസാരിച്ച് ടൈം കളയുന്നില്ല, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ വേഗം മേലഴുകി വന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കൈ ഇത്തിരി ടൈറ്റായിരുന്നു. പിന്നെ റെഡി ആവാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ റെഡി ആവുന്നത്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വേഗം റെഡി ആയി ഇറങ്ങാണ്. കാരണം എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ടൈമില്ല എൻ്റെ കയ്യിൽ പോകുന്നതിനും. ഭയങ്കര ഒരു ഞാലുമേൽ കളി അങ്ങനെ പറയേണ്ട അവസ്ഥ അതാണ്. അങ്ങനെ പിന്നെ വേഗം റെഡി ആയി വന്നു. ഞാൻ ഒരു തെറ്റ് പറ്റി. ഞാൻ മുഖത്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കഴുത്തിൽ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ നല്ല അലമ്പായിരുന്നു കഴുത്തിൽ. അതുകൊണ്ട് ഓൾറെഡി പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ടും പിന്നെ കോമ്പാക്ട് പൗഡർ ബോധമില്ലാണ്ട് വാരി വെതറിയോണ്ടും തന്നെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ തൂത്ത് കളഞ്ഞിട്ടാണ് പിന്നെ പുറത്തേക്ക് പോയത്. ഈ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ അമ്മായി വന്നിട്ടുണ്ടെന്ന്. അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാൻ വന്നിട്ട് എനിക്ക് അവിടെ വലിയ റോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടയിൽ കൂടെ വന്നിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. അവർ വലിയൊരു മുതിർന്നവർ സംസാരിക്കട്ടെ, എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരല്ലേന്ന് കരുതി. ഞാൻ ഉദ്ദേശിച്ച അമ്മായി അല്ല ഈ അമ്മായി ഓൾറെഡി മുൻപ് ഒരു വട്ടം അവിടേക്ക് വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളിനെ ആയിരുന്നു. പക്ഷേ അതായിരുന്നില്ല. ഇത് ചേട്ടൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫായിരുന്നു ഈ അമ്മായി എന്ന് പറയണത്. അപ്പോൾ അവരോട് സംസാരിക്കുന്നതിൽ ഞാനിങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും വെറുതെ തമാശയ്ക്ക് കുറച്ച് നേരമൊക്കെ എടുത്തു. ഉണ്ണി ഉറങ്ങായിരുന്നു ടൈം. അതുകൊണ്ട് തന്നെ ഉണ്ണീനെ ഏൽപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവനെ റെഡിയാക്കിയിട്ട് വേഗം തന്നെ പോന്നു. ചൂനും ആമീനെയും അമ്മേരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തിരിച്ചെത്തണം. ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് തിരിച്ചെത്തണം. അതുകൊണ്ടാണ് എൻ്റെ മാത്രം ലാസ്റ്റിക്ക് വെച്ചത്. കാരണം എനിക്കിപ്പോഴായി പിന്നെ ഡ്രസ്സ് എടുക്കാൻ കുറച്ച് ചലഞ്ചാണ്. തടി കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടത്തെ പോലെ ഫിറ്റും കാര്യമൊന്നും റെഡി ആവില്ല. ഡ്രസ്സ് റെഡി ആയി വന്നാൽ തന്നെ എനിക്ക് വയറിൻ്റെ അവിടെ എത്തുമ്പോൾ സീനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ടൈം വേണം. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാണാൻ ഇഷ്ടപ്പെടാൻ എടുക്കുക, അത് പോരാ, അതായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു ഇതൊക്കെ മാറി. ഇപ്പോൾ ഇട്ട് നോക്കി അങ്ങനെയൊക്കെ വേണം എടുക്കാനായിട്ട്. പിന്നെ ഇന്ന് ഉണ്ണിക്ക് പുതിയ ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചൊരു ദിവസമാണ്. അവൻ ഇതുവരെ നമ്മൾ മുടി മൊട്ട അടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടി നന്നായി വളർന്നിരിക്കണു. പിന്നെ അവൻ്റെ അച്ഛൻ്റെ പോലെ തന്നെ ചുരുണ്ട മുടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഒരു രസത്തിന് പുതിയൊരു ഹെയർ സ്റ്റൈൽ എന്ന രീതിയിൽ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലത്തെ ഫുള്ളും കൂടി ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചു. അപ്പോൾ ആൾ ആദ്യമൊന്നും മുടിയുമ്പോൾ തൊടാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ എന്തോ ഒരു ഭാഗത്തിന് കെട്ടി വയ്ക്കാൻ പറ്റി.
ചേട്ടന് 4 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ടാണ് ഓട്ടപ്പാച്ചിലാണ്. ഞാൻ 1 മണിക്ക് പോകുന്നൊക്കെ പറഞ്ഞു, പക്ഷേ ശരിയൊന്നും ആയില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ട്. നമുക്ക് 4 മണിക്ക് തിരിച്ചും പോരണം. അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാറ് ഓൺലൈനായിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ള ഓരോ പേജിൽ നിന്നാണ് ഞാൻ ഡ്രസ്സുകളൊക്കെ മുൻപൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒന്നും എനിക്ക് ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്നൊന്നും കിട്ടാറില്ല. ഓൺലൈനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേജിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടം അങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ 2-3 വട്ടം ചേട്ടൻ പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ തൃശ്ശൂർ പാട്രൈക്കിലുള്ള സ്റ്റുഡിയോയിലേക്കാണ് ഞങ്ങൾ ഡ്രസ്സിന് എടുക്കാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. വെസ്റ്റേൺ ടൈപ്പുകളൊക്കെ ആണല്ലോ, അതും ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഫുൾ വീനക്കായിരുന്നു, ഭയങ്കര ഡീപ്പ് വി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ, എന്താ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതല്ലാണ്ട്. ഞാൻ 2-3 ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിലെനിക്ക് ഈ 3 ഇഷ്ടമായത്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റത്തെ ബ്ലാക്കാണ് ഞാൻ എടുത്തത്. ഇതും എനിക്ക് ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെയും അതേ കഴുത്ത് ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ വയറ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 7 മാസം പ്രഗ്നൻ്റാന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഞാൻ എടുത്തില്ല. പിന്നെ ഇതെടുത്തു, പക്ഷേ ഇതിന് സ്ലിറ്റ് ഉണ്ട്. ഞാനിപ്പോൾ കറൻ്റ് ഞാൻ സ്ലിറ്റുള്ള ടോപ്പുകളൊന്നും അങ്ങനെ ഉണ്ടാറില്ല. എനിക്കൊന്നല്ലെങ്കിൽ ഹെയർ ലൈൻ അല്ലെങ്കിൽ സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പുകളൊക്കെയാണ് ഇപ്പോൾ എനിക്കിഷ്ടം. സ്ലിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് മാറ്റി വെച്ചു. ഞാൻ ആകെ ആ ഒരു ടോപ്പ് എടുത്തുള്ളൂ. എന്നാലും ജസ്റ്റ് 2-3 ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു സന്തോഷം. ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സൊന്നും ട്രൈ ചെയ്ത് നോക്കാറില്ല. ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഇട്ട് നോക്കി അവിടെ വയ്ക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇത് എന്തോ പണ്ടത്തെ സ്റ്റേജ് അല്ലാത്തതുകൊണ്ട് 2-3 എടുത്തിട്ട് നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ആ ഒരു ബ്ലാക്ക് ടോപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ചേട്ടൻ ബില്ലിങ്ങിന് നിൽക്കുകയാണ്. ബില്ലിങ്ങിന് നിൽക്കുമ്പോൾ പിന്നെ ഉണ്ണി എൻ്റെ കയ്യിലായിരുന്നു. ചേട്ടന് മാത്രമേ പുറത്ത് പോയി കഴിഞ്ഞാൽ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് വശം കെടുത്തും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പിന് ട്രൈ ഓൺ ചെയ്യാൻ വെച്ച മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ എടുത്തിട്ട് അവനായിരുന്നു അതിൻ്റെ കളിയൊക്കെ. ഞാൻ വിചാരിച്ചു അവനതൊന്നും തുറക്കാൻ പറ്റില്ലെന്ന്, പക്ഷെ അവനതൊക്കെ ഈസി ആയിട്ട് തുറന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സും വൈറ്റാണ്, എനിക്ക് ടെൻഷനായിരുന്നു അതൊക്കെ ഇനി മെയിലായി കഴിഞ്ഞാൽ പോകുമെന്നുള്ളതൊക്കെ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് പുഴയ്ക്കലുള്ള നെസ്റ്റോയിലേക്കാണ്. ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. ഓണൊക്കെ അല്ല, എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയതാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വാങ്ങാൻ പോയത്. അപ്പോൾ ഉണ്ണിക്ക് ഈ ഒരു ടോയ് കണ്ടപ്പോൾ അവനതിൽ കയറി ഇരുന്നിട്ട് അച്ഛനോട് കീ ചോദിക്കുകയാണ് കാറിൻ്റെ, അവനതിലിടാനായിട്ട്. അപ്പോൾ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു. പിന്നെ അവിടെ കൂടുതലെന്ന് കഴിഞ്ഞാൽ വാശിയാവുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തീരെ തിരക്കില്ല, കാരണം ഒറ്റ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ വീട്ടിൽ തിരിച്ചെത്തി. കൊച്ചുവിനെ എൻ്റെ മടി വെച്ചിട്ട് ഞാൻ ഇരിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇതായിരുന്നു. എൻ്റെ ഓണക്കോടി എടുക്കലിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതെല്ലാവർക്കും ബൈ.